ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഡൽഹി മയൂർ വിഹാർ ഫേസ് 1 ഉത്തര ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഉത്തര ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ 2025 ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ നടക്കുന്ന മഹായജ്ഞത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രിയും 50ഓളം ആചാര്യന്മാരും ഒക്ടോബർ 6 മുതൽ 27 നാളുകാർക്ക്, അതായത് 27 നക്ഷത്രങ്ങളിൽ ഒരേ സമയം തുടർച്ചയായിട്ട് കാലത്തും വൈകിട്ടും വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. 27 നക്ഷത്രക്കാർക്ക് വേണ്ടി 27 നക്ഷത്രങ്ങളിൽ തുടർച്ചയായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം, അതും 50ഓളം ആചാര്യന്മാര് കാലത്തും വൈകിട്ടും ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഒരു അത്യത്ഭുതകരമായ അനുഭവമായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമേന സർവാൻ ദോഷാൻ സർവാൻ രോഗാൻ വ്യപോഹിതീനാണ്. മനുഷ്യർക്ക് പലവിധത്തിലുള്ള തടസ്സങ്ങള്, ദോഷങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നീങ്ങാൻ ഇത്തരത്തിലുള്ള മഹായജ്ഞത്തിലൊന്ന് പോയി പങ്കെടുത്താൽ തന്നെ, അതിൻ്റെ ഒരു ഭാഗമായാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. ഡൽഹിയിലും സമീപ പ്രദേശത്തും താമസിക്കുന്നവരുടെ ഭാഗ്യം എന്ന് പറയാം. ഇതൊരു അനുഗ്രഹമാണ്. ഹന്തഭാഗ്യം ജനാനാം എന്ന് പട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഇതൊരു മഹാഭാഗ്യമാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, യജ്ഞാനം ജപയജ്ഞോസ്മിന, ഏറ്റവും സർവശ്രേഷ്ഠമായ യജ്ഞമാണ് നാമയജ്ഞം. അതും വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. ഭീഷ്മ പിതാമഹൻ ശരശയിൽ കടന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്ത വിഷ്ണു സഹസ്രനാമം ഗുരുക്കന്മാര് പറയും, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും സ്വന്തം ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചു എന്നാണ്. അപ്പൊ അത്രമാത്രം പരിപാവനമായ, ശ്രേഷ്ഠമായ, മഹത്തരമായ വിഷ്ണു സഹസ്രനാമം നിരവധി ആചാര്യന്മാർ ഒന്നിച്ചിരുന്ന് ജപിക്കുമ്പോൾ അതിന്റെ ആ ശക്തി, അതിന്റെ വൈബ്രേഷൻ എന്തായിരിക്കും സങ്കല്പിച്ചു നോക്കൂ. ഇത് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം. അതാണ് അത്ര ഒരു അനുഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇതാരും നഷ്ടപ്പെടുത്തരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് കുട്ടികളെയും എല്ലാവരെയും നിങ്ങളിതിൽ കൊണ്ടുവരണം. ഈ മഹായജ്ഞം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. തടസ്സങ്ങളെല്ലാം നീങ്ങും. മുന്നോട്ടുള്ള ഒരു ദൈവീക ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കും. ഈ ഒരു മഹാഭാഗ്യം അനുഭവിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ മഹായജ്ഞത്തിന്റെ ഒരു ഭാഗമായി തീരണം. ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ ഉത്തര ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടക്കുന്ന മഹായജ്ഞത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഒക്ടോബർ 6 മുതൽ നടക്കുന്ന മഹായജ്ഞത്തിന് എല്ലാ ഭാവുകങ്ങളും, ആ നാമയജ്ഞം ഡൽഹിയിലും സമീപ പ്രദേശത്തൊക്കെ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം, ആയുരാരോഗ്യ സൗഖ്യം നേടുന്ന ഒരു ജീവിതം നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കട്ടെ, അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, പ്രണാമം.